രാഷ്ട്രീയ സംഗമമോ എന്താണ് ചോദ്യം? രാഷ്ട്രീയ സംഗമമാണോ സ്മൃതി? രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള സംഗമമാണ് എന്നുള്ളതാണ്. നോക്കൂ, 2018 നവോത്ഥാന രണ്ടാം നവോത്ഥാനം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നവോത്ഥാന സംരക്ഷണത്തിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്, ഇടത് സർക്കാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ ആലോചിക്കാത്ത ഒരു കാര്യം, ഈ 10ാം വർഷം തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന രൂപത്തിൽ തന്നെ ആ പരിപാടിക്ക് പേരിടുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണത്. ആ രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപെടുത്തിരിക്കുന്ന രാഷ്ട്രീയമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പറഞ്ഞ പുരോഗമന രാഷ്ട്രീയം കേരളത്തിൽ എല്ലാവരും അതിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ CPM-നുണ്ടായിരുന്നു, ഇടത് സർക്കാരിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ആ കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോയപ്പോൾ പലയിടത്തും അത് പാളിച്ചകൾ പറ്റി. ആ പാളിച്ചകൾ എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ വീടുകളിലും ചെന്ന് നേതാക്കൾ ഞങ്ങൾക്കൊരു പിഴവ് പറ്റിയതാണെന്ന രൂപത്തിൽ അത് വിശദീകരിക്കുന്നതിലേക്ക് എത്തിയ കാര്യമാണ്. അങ്ങനെ അതൊരു പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. പിന്നീട് നടന്ന കാര്യം നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയാണ് ന്യൂനപക്ഷ സംരക്ഷകരാണ് ഞങ്ങളെയുള്ളൂ നിങ്ങളെ രക്ഷിക്കാൻ എന്ന രൂപത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ സമസ്തയിൽ തന്നെ ഒരു വിഭാഗത്തെ കൂടെ ചേർക്കാനും പൗരത്വ സമരത്തിലുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിൽ ആദ്യം നിലപാടെടുത്ത് ഒരു വലിയ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനും ഒക്കെ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. ആ കാലത്തൊക്കെ ന്യൂനപക്ഷം ആ തരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ വോട്ട് എടുപ്പ് കഴിഞ്ഞപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം നടത്തിയിരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകളിലായാലും നമ്മുടെ പ്രധാനപ്പെട്ട CPM നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം നടത്തിയ പ്രസംഗങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗിനെതിരായ പ്രസംഗങ്ങളാണ്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ ആഴത്തിൽ വിമർശിക്കുന്ന, കോൺഗ്രസിനെ വിട്ട് മുസ്ലിം ലീഗിനെ മാത്രം വിമർശിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, 2 മാസം എടുത്താൽ മതി, CPM എടുക്കുന്ന സമരങ്ങളുടെ സ്വഭാവം അതും പ്രധാനമാണ്. കഴിഞ്ഞ ഒരു ദിവസമുണ്ടായ പ്രതിഷേധം, സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ CPM ഒരു പ്രതിഷേധ പരിപാടി നടത്തി. ചെമ്മാട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തി. അവിടെ നിന്നും കുടിവെള്ളം മലിനമാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴും സാധാരണഗതിയിൽ CPM ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് പോകില്ല. അതൊരു പക്ഷേ ചർച്ച നടത്തും, പരിശോധിക്കും, അവരുമായിട്ട് ഒരു ചർച്ച നടത്താനുള്ള രീതികളിലേക്കാണ് പോകുക. CPM പക്ഷേ ഒരു പ്രതിഷേധ മാർച്ച് നടത്തി. അപ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഭൂരിപക്ഷ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല തലങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നവോത്ഥാന സംരക്ഷണ സമിതി, അതിനുശേഷം ആ സമിതിയുടെ അധ്യക്ഷനായി വന്നിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രസംഗങ്ങൾ, തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രസംഗങ്ങൾ, ആ വർഗീയ പ്രസംഗങ്ങളോട് എത്രത്തോളം മൃദുവായിട്ടാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി അടക്കം. അതിനുശേഷം വെള്ളാപ്പള്ളിക്ക് ഷോൾ അണിയിക്കാൻ മുഖ്യമന്ത്രി പോയ കാഴ്ച, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന പ്രതിഷേധങ്ങൾ കൂടി ഏറ്റവും ഒടുവിലത്തെ നോക്കൂ, ഇപ്പോൾ ഓണം ഒരു ഹിന്ദു ആഘോഷമാണ് എന്ന് പറഞ്ഞ 2 മുസ്ലിം ടീച്ചർമാർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അത് അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞുകൂടാ. ആ കേസ് എടുക്കുമ്പോൾ അതിനെടുത്തിരിക്കുന്ന ആ വേഗമുണ്ടല്ലോ, ആ വേഗം വേറെ പല വർഗീയ പരാമർശങ്ങൾ നടത്തിയ ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾക്ക് എതിരെ എടുക്കുന്നതിൽ അത്ര വേഗമുണ്ടായിട്ടില്ല. അത് ഒരു വിഷയം തന്നെയാണ്. ഇനി BJP-യുടെ ഭാഗത്ത് നോക്കിയാൽ BJP പറയുന്നു ഇത് രാഷ്ട്രീയ നാടകമാണ്, സ്റ്റാലിനും മുഖ്യമന്ത്രിയും വിശ്വാസികളല്ല. അപ്പോൾ വിശ്വാസികളല്ലാത്തവർ ഈ പരിപാടി നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം രാഷ്ട്രീയ നാടകം ഇവർക്ക് മാത്രമുള്ളതാണോ? ഈ മതവും വിശ്വാസവും രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്ക് മാത്രമാണെന്ന് BJP കരുതുകയാണ്. BJP അത് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ BJPക്ക് പ്രശ്നം, BJPക്ക് കിട്ടുന്ന ഭൂരിപക്ഷ വോട്ട് അത് CPM-ലേക്ക് മടങ്ങിപ്പോകുമോ? അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പതിവിൽ വിരുദ്ധമായി കൂടുതലായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് അത് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ആ പ്രതികരണം അവിടെ നടത്തുന്നത്. ഇനി ഈ പരിപാടിക്ക് സ്റ്റാലിനെ ക്ഷണിക്കുന്നുണ്ട്. സ്റ്റാലിനെ ക്ഷണിക്കുമ്പോൾ അത് ഏറ്റവും അധികം തമിഴ്നാട്ടിൽ നിന്ന് വിശ്വാസികൾ വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. അതേപോലെയാണോ ഇപ്പോൾ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും? അവിടുത്തെ ദേവസ്വം മന്ത്രിമാരെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടില്ല. ആ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാത്തത് കർണാടകയിൽ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാത്ത കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ ഒഴിവാക്കുന്നതുകൊണ്ടാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയ്ക്കുള്ള ശ്രമമായതുകൊണ്ട് ഞങ്ങൾ അതിനോട് സഹകരിക്കില്ല എന്ന് പറയുന്നു. ഈ പ്രതിപക്ഷ നേതാവിന് ഇതിന്റെ ഭാരവാഹിയായി അതിൽ പേര് ചേർത്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്? ഇത് ഒരു ദേവസ്വം പരിപാടിയാണെന്ന് പറയുമ്പോൾ ദേവസ്വം സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്ന കാര്യമാണ്. ദേവസ്വം വകുപ്പുമുണ്ട്. അപ്പോൾ ദേവസ്വം വകുപ്പിൻ്റെ കാര്യമാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിൽ സർക്കാർ ഏതൊക്കെ റോൾ വഹിക്കുന്നു?
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടനത്തിന് പോകുന്നു, മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു. അപ്പോൾ എന്താണ് ഈ പരിപാടിയുടെ ലക്ഷ്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വികസന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന തീർത്ഥാടകർ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കൂടുതൽ അറിയുന്ന ഈ പറയുന്ന അയ്യപ്പ സേവാ സമിതികളുണ്ട്, അവരെ വിളിച്ചിട്ടില്ല. ക്ഷേത്രങ്ങളിലെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, അവരെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ വരുന്ന 3000 പേർ ആരൊക്കെയാണ്? അവർ ഭക്തരാണെങ്കിൽ ആ ഭക്തർ ഇത് കഴിഞ്ഞ് നേരെ ഈ പറഞ്ഞ ശബരിമലയിലേക്ക് പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഭക്തർ മാലയിട്ടിട്ടാണോ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്? മാലയിടുന്ന സമയമല്ല എന്ന് പറയുന്നു, ഈ സെപ്റ്റംബറിൽ ഈ സമയമല്ല. അപ്പോൾ എന്താണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ബിന്ദു അമ്മിണിയെ പോലുള്ള ഒരാളുടെ പ്രതികരണം വരുന്നത്. എനിക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. അത് ബിന്ദു അമ്മിണിക്ക് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം കൊണ്ടല്ല ബിന്ദു അമ്മിണി പറയുന്നത്, അതിൽ സർക്കാരിൻ്റെ നിലപാടറിയാനുള്ള ഒരു വ്യക്തത അറിയാനുള്ള ചോദ്യമായിട്ടാണ് അത് വരുന്നത്. മുഖ്യമന്ത്രിക്കാണ് അതിൽ കത്ത് നൽകിയിരിക്കുന്നത്. ബിന്ദു അമ്മിണി അടക്കമുള്ള 2 സ്ത്രീകൾ ശബരിമലയിൽ കയറിയല്ലോ. ശബരിമലയിൽ കയറിയത് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തന്നെ അതൊരു വഴിയൊരുക്കിക്കൊണ്ട് അവർ ക്ഷേത്രത്തിൽ പോയി. അതൊരു വലിയ വിപ്ലവ പ്രവർത്തനമായി അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമായി പ്രതീക്ഷിച്ചു. പക്ഷേ അതല്ല സംഭവിച്ചത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ബിന്ദു അമ്മിണിയെ പോലെ ഒരു സ്ത്രീക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാതെ കേരളം വിട്ടു പോകേണ്ട അവസ്ഥയുണ്ടായി. അവർക്കെതിരെ എത്ര തരം ആക്രമണങ്ങളാണ് നടന്നത്? അവരുടെ കണ്ണിന് നേരേക്ക് ഇവിടെ കുരുമുളക് സ്പ്രേ അതടിച്ചു. ശ്രീകാന്ത് എന്ന സംഘപരിവാറുകാരനാണ് അതിൽ പിന്നിലെന്ന് പറഞ്ഞു. പരാതി നൽകി, കേസ് കൊടുത്തു. പക്ഷേ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നീട് ഇവർക്ക് പോലീസ് സംരക്ഷണം, വനിതാ പോലീസിൻ്റെ സംരക്ഷണം കൊടുക്കുന്നു. ആ വനിതാ പോലീസുകാരി തന്നെ ബിന്ദു അമ്മിണിക്കെതിരെ പ്രതികരിക്കുന്നു. അപ്പോൾ കേരളം പൂർണ്ണമായും അവരെ ഒറ്റപ്പെടുത്തി. അവരൊരു ദളിത് പ്രവർത്തകയാണ് എന്നുള്ളത് കൂടിയാണ് ഈ ആക്രമണത്തിന് കാരണമെന്നും ഒറ്റപ്പെടുത്തലിന് കാരണമെന്നും അവർക്ക് തോന്നുകയാണ്. അവർക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാതെ, അതായത് സ്ത്രീകളുടെ സംരക്ഷകരാണ് എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ സർക്കാർ നൽകിയ ഉറപ്പിൽ ക്ഷേത്രത്തിൽ പോയ ഒരു വനിതയ്ക്ക് കേരളത്തിൽ നിൽക്കാനാവാതെ കേരളം വിടുകയാണ്. അവിടെ ഡൽഹിയിലേക്ക് പോയി അവർ അവിടെ അഡ്വക്കേറ്റായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം? ഇതിൽ സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കണ്ടേ? ബിന്ദു അമ്മിണിയെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു പരിപാടികൾ നടത്താൻ CPM ശ്രമിച്ചു. ആദ്യഘട്ടത്തിലൊക്കെ DYFI പ്രവർത്തകർ സംരക്ഷകരായി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് മുഖം നൽകാതെ, ചിരിക്കുക പോലും ചെയ്യാതെ മാറി നടക്കുകയാണെന്ന് പറയുന്നു. ഇതാണ് അവർക്കുണ്ടായ അവസ്ഥ. അപ്പോൾ ഇത് സർക്കാർ ആദ്യം എടുത്ത നിലപാട്. അപ്പോൾ സർക്കാർ പിന്നാക്കം പോവുകയാണോ ചെയ്തതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ വോട്ടാണ് പ്രധാനം. ആ വോട്ട് നടത്തുന്നത് രാഷ്ട്രീയ പരിപാടിയാണ്. ഇനി രാഷ്ട്രീയ പരിപാടി CPM നടത്താമോ എന്ന് ചോദിച്ചാൽ അത് ചോദിക്കാൻ ഇപ്പോൾ BJP വരേണ്ടതില്ല. രാഷ്ട്രീയ പരിപാടി ആർക്കും നടത്താമെന്നുള്ള ഉത്തരം കൂടി അവിടെയുണ്ട്. Meet the editors.